ക്വസ്റ്റ്യൻ നമ്പർ 13 ഓർഗാനിക് കെമിസ്ട്രി സം ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം. ബോൺ ഫിഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം. അയണിക് റിയാക്ഷൻസ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊസീഡ്സ് ത്രൂ. അപ്പോൾ അയണിക് റിയാക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് കാറ്റയോണുകളും ആനയോണുകളും ഇൻവോൾവ് ആകുന്ന റിയാക്ഷൻസ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ കാറ്റയോണുകളും ആനയോണുകളും ഇൻവോൾവ് ആകണമെങ്കിൽ അവിടെ നടക്കുന്ന ബോണ്ട് ഫിഷൻ എങ്ങനെയുള്ള ബോണ്ട് ഫിഷൻ ആയിരിക്കണം? ഹെറ്ററോലിറ്റിക് ഫിഷൻ ആയിരിക്കണം. ഹെറ്ററോലിറ്റിക് ഫിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഹെറ്ററോളിസിസ് ആയിരിക്കണം. കാരണം ഒരു കോവാലൻ ബോണ്ടിനെ ഹെറ്ററോലിറ്റിക് ഫിഷനിലൂടെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അവിടെ കാറ്റയോണുകളായിട്ടും ആനിയോണുകളായിട്ടും മാറുക, അല്ലെങ്കിൽ കാർബോ കാറ്റയോണുകളായിട്ടും കാർബോ ആനിയോണുകളായിട്ടും മാറുക. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഹോമോലിറ്റിക് ബോണ്ട് ക്ലീവേജ് ആയിരിക്കണം, ഹെറ്ററോലിറ്റിക് ബോണ്ട് ക്ലീവേജ് ആയിരിക്കണം, ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഉണ്ട്, പ്രൈമറി ഫ്രീ റാഡിക്കൽ ഉണ്ട്, സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഉണ്ട്. അതിൽ ഏറ്റവും ശരി എന്ന് പറയുന്നത് ഹെറ്ററോലിറ്റിക് ബോണ്ട് ക്ലീവേജ് എന്നുള്ളതാണ്. സോ ഓൺലി ബി ഈസ് ദ റൈറ്റ് ആൻസർ. Therefore 3, ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ.